ഈ ഇരുമ്പ് പണി ചെയ്യുന്ന കൊല്ലപ്പണി ചെയ്യുന്ന ആൾക്കാരില്ല, തീപ്പണി പറയും, അത് ചെയ്യുന്ന ഏറ്റവും ചിലവർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാരുള്ളത് ഈ മണ്ണാർക്കാട്, ഷൊർണൂർ ഇങ്ങനത്തെ ഒറ്റപ്പാലം ബെൽറ്റിലാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം വർക്കേഴ്സ് വേണ്ടിയിരുന്നു അന്ന് മുത്തശ്ശന് ബ്രിട്ടീഷ് ആർമിക്ക് ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ. അതായത് ഹൈപ്പോഡെർമിക് നീഡിൽസ് ഒക്കെ ഇല്ലേ, സിറിഞ്ചസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാർ ടൈമിൽ ഒരുപാട് വേണം അത്. വാർ ടൈമിൽ ഇഞ്ചറീസ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, പെയിൻ കില്ലേഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനൊക്കെ. അപ്പൊ അത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് കിഡ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൊല്ലപ്പണിക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, അങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങൾ ഉടുപ്പിക്കാരാണ്. അതെ, എന്നോട് തുളൂല്, അയ്യോ തുളൂല് എന്ന് പറയാൻ പറഞ്ഞത് ഞാൻ മറന്നു. ആക്ച്വലി എന്തെങ്കിലും തുളൂല് നമ്മുടെ ഓഡിയൻസിന് ಏನ್ ಜಾದ ಕೊಂಡ ಪಣ್ಪೆ ಮೂಕ್ಳು ಮಸ್ತ್ ಕೇಳ್ತಾರೆ ತುಳು ಪಣ್ಪುಣ ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം, ഇവര് ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ തുളു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്, എന്നെ പറ്റി നല്ല 2 വാക്ക് പറയുന്നവിടെ. ഇവിടെ എഡ് ആങ്കർ അവ് മാത്രത്തിൽ ഇത്ത ബിഗ് ബോസ് ഇട്ടില്ല ഇത്തളത്താ എന്റെ പുതാറത് പത്തുകൾ ഞാൻ ആ ഒരു സംഭവം മറന്നിരിക്കുകയാണ്. നല്ലതാ പറഞ്ഞു. പക്ഷേ അടിപൊളി ആങ്കറാണ്, ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് നല്ലതായിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞത്. ഈ സ്റ്റെപ്പിന് പഴക്കമുണ്ടോ? ഉറപ്പായിട്ടും ഈ വീടിന്റെ പഴക്കമെങ്കിലും എന്തായാലും ഉണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ 42 കഴിഞ്ഞത്. അപ്പോ ഏകദേശം ആ അപ്പൊ അത് വെച്ച് തന്നെ കണക്കാക്കിക്കോളൂ. 82 വർഷം ആയില്ലേ മിനിമം. 82 വർഷമായിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഈ വീട് ഇവിടം വരെ വേറെ മൂടാണ്. ഈ സ്റ്റെപ്പ് കയറുമ്പോ ചെറിയ ഒരു പേടിയുണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ മുകളിൽ തട്ടുമുറവും കൂടി കഴിഞ്ഞാൽ നല്ല പേടിയാവും. ബിക്കോസ് അതിൽ താണ ഓടും ഒരു ബ്രഹ്മയുഗമൊക്കെ ഫീൽ ചെയ്യും. വേണ്ട, എന്റെ മനയിലേക്ക് ഞാൻ പറയാം, അങ്ങനെ എന്റെ വലയില് വരാം, പക്ഷെ തിരിച്ചു പോവാൻ പറ്റില്ല, ഇരിക്കുക. ഇതാണ് ആ നടുമുറ്റം എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൗതുകം. വീട്ടിനുള്ളിൽ മരം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, പക്ഷെ ഇത് വന്ന് കാണുമ്പോൾ അവർക്ക് പെന്നെയാണ് അവർ ശരിയാണല്ലേ, ശരിയാണല്ലേ മരം ഉണ്ട്. ഇത് എന്ത് മര? ഇത് പാരിജാതത്തിന്റെ വകഭേദത്തിൽ പെട്ട ഒരു ഇതാണ്. പവിഴമല്ലി, പാരിജാതം, ആ ഒരു ടൈപ്പാണ്. നല്ല ഫ്രേഗ്രൻസ് ആണ്, ലവ്ലി ഫ്രേഗ്രൻസ് ആണ്. രാവിലെ ആകുമ്പോൾ ഫുള്ള് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ. ഓ വാവ്. ഓക്കെ, അതെ, അവിടെ ഒരാളുണ്ട് ആക്ച്വലി, വെയിറ്റിംഗ് ആണ്. ചേച്ചി എന്റെ വൈഫ് അനിത. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്ന് ജോലിക്ക് പോകണ്ടേ? ചേച്ചി പറഞ്ഞു നോ പ്രോബ്ലം, നമുക്ക് സംസാരിക്കാൻ സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, ഹൗ ആർ യു? I'm good, thank you. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ മലയാളം പഠിച്ചത് ചേച്ചിയോട് പഞ്ചാര അടിക്കാനും കൂടിയാണെന്ന്. എങ്ങനെയായിരുന്നു ചേട്ടൻ പണ്ട് ആ ഒരു പഞ്ചാരടിയിൽ മോശമല്ല എന്നാണ് പറഞ്ഞത്? ചേച്ചി പറ. ഞാൻ സത്യം പറഞ്ഞോട്ടെ? ഓ പറഞ്ഞു. Come on.